കഴിഞ്ഞ ദിവസം പറഞ്ഞത് മാറ്റി പറയുന്നു, താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ആവർത്തിക്കുന്നു. ഇതാണ് ഇപ്പോൾ UDFന്റെ കൺവീനർ അടൂപ് പ്രകാശ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സംസാരിച്ചതിന്റെ രത്ന ചുരുക്കം. ഇതിൽ താങ്കൾ കഴിഞ്ഞ ദിവസം വളരെ വ്യക്തമായി പറഞ്ഞത്, മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട്. എന്താ അദ്ദേഹം പറഞ്ഞത്? UDF ഇതുമായി മുന്നോട്ട് പോകുകയാണ്, ഇനി നിവർത്തിയില്ല എന്ന്. ആ കാര്യം തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രിയും സംസാരിച്ചത്. ഇനി ഇതിൽ പുറകോട്ടില്ല എന്ന്. പക്ഷേ പെട്ടെന്നൊരു മലക്കം മറിച്ചിൽ എന്തുകൊണ്ട് സാധ്യമാകുന്നു? കൃഷ്ണേന്ദു നിലപാട് 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 എന്നൊക്കെ പറയില്ലേ, അതാണ് ഞാനും മനസ്സിലാക്കുന്നത്. പറഞ്ഞ കാര്യങ്ങൾ താൻ പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഇത് പണ്ടത്തെ ഒരു 80s 70s ഒന്നും അല്ല. പറഞ്ഞ കാര്യം കൃത്യമായ തെളിവ് നമുക്ക് എല്ലാവർക്കും കിട്ടും ഇവിടെ. കാരണം ഇത് മീഡിയ അത്രത്തോളം ഡിജിറ്റൽ മീഡിയം എല്ലാം വളർന്നു കഴിഞ്ഞു. എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് പിറ്റേ ദിവസം വന്നിട്ട്. അപ്പോൾ നമ്മൾ ഈ തെളിവെടുത്ത് കാണിച്ചു കൊടുക്കുക, ഇത് താങ്കളല്ലേ ഈ സംസാരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. PM ശ്രീ കടലിലെറിയും, വന്നാൽ കടലിലെറിയും എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളാണ് ഇവരൊക്കെ. ഒന്ന് ആലോചിച്ച് നോക്കണം, എങ്ങനെയാണ് നമുക്കത് ന്യായീകരിക്കാൻ പറ്റുന്നത്? അല്ലെങ്കിൽ ഇപ്പോൾ ഇവർക്ക് ഏറ്റവും കൂടുതൽ അടിയായത് എന്താണെന്ന് വെച്ചാൽ, ഈ കേന്ദ്രം പറഞ്ഞിരിക്കുകയാണ് PM ശ്രീയുമായി താല്പര്യം ഇല്ലാത്തവർക്ക് പിന്മാറാം, അതിനോട് താല്പര്യം ഇല്ലാത്തവർക്ക് പിന്മാറാം എന്നുള്ള. അവിടെയാണ് ഒരു തിരിച്ചടി അല്ലെങ്കിൽ ട്വിസ്റ്റ് സംഭവിച്ചത്. ഇവർ ആദ്യം പറഞ്ഞത് കഴിഞ്ഞ സർക്കാർ ഇത് ഒപ്പുവെച്ചു, കഴിഞ്ഞ സർക്കാർ ഒപ്പുവെച്ച് ഇനി പിന്നോട്ട് പോകാൻ പറ്റില്ല എന്നാണ് UDF സർക്കാർ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ. ഇതിലെ വാസ്തവം ഒന്ന് പരിശോധിക്കാം. കഴിഞ്ഞ സർക്കാർ എന്താ ചെയ്തിരുന്നത്? അവർ ഒപ്പുവെച്ചു, MOU ഒപ്പുവെച്ചത് ശരിയാണ്, എന്തോ അമളി പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തോ ആയിക്കോട്ടെ, ഒപ്പുവെച്ചു എന്നുള്ളത് ശരിയാണ്. വലിയ മാധ്യമ കോലാഹലങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ആ MOU ഒപ്പുവെച്ചതിന് ശേഷം സർക്കാർ കോടതിയെ സമീപിച്ചുകൊണ്ട് SSA ഫണ്ട്, സമഗ്ര ശിക്ഷാ അഭിയാൻ ഫണ്ടൊക്കെ വാങ്ങിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും അതേ കാര്യം തന്നെയാണ് നിലവിലുള്ളത്. കാരണം ഇപ്പോൾ MOU ഒപ്പുവെച്ച് കോടതി പോയി ഫണ്ട് വാങ്ങിച്ചെടുക്കാൻ ഇപ്പോഴൊരു തടസ്സമില്ല. ഇനി കഴിഞ്ഞ സർക്കാർ എന്താ ചെയ്തത്? ഈ ഫണ്ട് കിട്ടിയതിന് ശേഷം പിന്നീട് ഇത് വേണ്ട, നിർത്തലാക്കി, വേണ്ട എന്ന് തൽക്കാലം ഇപ്പോൾ നമ്മൾ അതുമായി മുന്നോട്ട് പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. അതാണ് കഴിഞ്ഞ സർക്കാർ അതുവരെയാണ് ചെയ്ത് നിർത്തിയിട്ട് ഇറങ്ങിപ്പോയത്. രണ്ടാമത് ഇവർ അധികാരത്തിൽ വരുന്ന സമയത്ത് ഇപ്പോൾ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ അറബിക്കടലിൽ എറിയുന്നവരുടെ, നമ്മുടെ കൊച്ചിയൊക്കെ അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്നത്, അറബിക്കടലിൽ എറിയും എന്ന് പറഞ്ഞ PM ശ്രീ പിന്നെയും വീണ്ടും തിരിച്ചു വരാനുള്ള എല്ലാ ശ്രമങ്ങളും UDF സർക്കാർ ഇപ്പോൾ നടത്തി. അറബിക്കടലിലൊന്നും പോകേണ്ട ആവശ്യമില്ല, ഇവിടെ നിയമസഭയിൽ തന്നെ വന്നാൽ മതി, നമുക്ക് കാര്യം കാണാൻ പറ്റും. സംഭവം ഇവിടെ ഉണ്ട്, PM ശ്രീ ഉണ്ട്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവരുടെ നിലപാടാണ് തെറ്റിപ്പോയത്. ഇപ്പൊ ലീഗിനും പെട്ടു എന്നുള്ളൊരവസ്ഥയിലാണ്, ലീഗിനും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ലീഗിന്റെ മന്ത്രിയാണ് വിദ്യാഭ്യാസം വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾക്ക് മുന്നിലൊക്കെ ഇതുമായി മുന്നോട്ട് പോകും എന്ന് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ പെട്ടെന്ന് ഈ ഭിന്നത എങ്ങനെ വന്നു? കുഞ്ഞാലിക്കുട്ടി ഇവിടെ പറയുന്നുണ്ട് അത് പറ്റില്ല, അത് പിന്മാറാനുള്ള തീരുമാനത്തിലേക്കാണ് കുഞ്ഞാലിക്കുട്ടി പോകുന്നത്. പെട്ടെന്നൊരു മലക്കം മറിച്ചിൽ കാണുന്നുണ്ട്. അത് UDFലും ഈ പറയുന്ന മുസ്ലിം ലീഗിലായിക്കോട്ടെ കക്ഷികളിലൊക്കെ ഉണ്ടാവും. ഞാൻ വിചാരിക്കുന്നത് മുസ്ലിം ലീഗെങ്കിലും ഇതിനകത്ത് ഒരു കുറച്ചും കൂടെ RSSന്റെ അജണ്ടയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ പിന്മാറാനുള്ള ശക്തമായ എതിർപ്പ് പറയും. UDF യോഗത്തിലായിക്കോട്ടെ അവരുടെ നേതൃയോഗങ്ങളിൽ പറയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉറപ്പായിട്ടും കൃത്യമായൊരു നിലപാട് പറയാൻ അവർക്ക് പറ്റണമല്ലോ. ഇപ്പോൾ മുസ്ലിം ലീഗ് ആയാലും അവരെന്തുകൊണ്ട് ഇപ്പോൾ ഒരേ മുന്നണിയാണെങ്കിലും ഇവർക്കത് പറയാൻ പറ്റണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ KM ഷാജിയുടെയൊക്കെ പ്രസംഗം ഉണ്ടായിരുന്നു, ഞങ്ങൾ അറബിക്കടലിലെറിയും എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ കോരിത്തെരിച്ച് നിൽക്കും, എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് കേട്ടിരിക്കുന്നവൻ്റെ ഒരു അവസ്ഥയുണ്ടല്ലോ. ഇപ്പോൾ അദ്ദേഹത്തിനോട് മറുപടി ഇല്ല. ഇപ്പോൾ അവിടെ ബബ്ബ അടിക്കുവാണ്, മീഡിയാസിൻ്റെ മുമ്പിൽ നിന്ന് ബബ്ബ അടിക്കുവാണ് KM ഷാജിയെ പോലുള്ള ആളുകൾ. അപ്പം അതാണ് ഇവിടെ പ്രശ്നം വരുന്നത്. ഇവർക്ക് ഇപ്പോൾ ഇന്നത്തെ മനോരമയുടെ പത്രത്തിൽ തന്നെ അതിൻ്റെ ഒരു ട്രോൾ ഉണ്ടായിരുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ കഞ്ഞി ഇങ്ങനെ മോദി കഞ്ഞി വിളമ്പിയിട്ട് ഇങ്ങനെ VD സതീശനും കുഞ്ഞാലിക്കുട്ടിക്കൊക്കെ ഇങ്ങനെ കഞ്ഞി വിളമ്പിയിട്ട് പോവുക. അപ്പോൾ ഇങ്ങനെ VD സതീശൻ പറയുന്ന പോലെ ഉപ്പിട്ട് പോയല്ലോ, ഇനി എങ്ങനെ എഴുന്നേറ്റ് പോവാന്ന് പറഞ്ഞിട്ട് അതെ തിരുത്തി വായിക്കണം, ഒപ്പിട്ട് പോയി എന്നുള്ളത് യാഥാർത്ഥ്യം. അതില് നമ്മളെ ഇപ്പോൾ PM ശ്രീ എന്താ കുഴപ്പം എന്താ എന്നൊക്കെ വിചാരിക്കുന്ന മനുഷ്യരുടെ അടുത്താണ്
60-40% എന്താ അതിനകത്ത് ആ റേഷ്യോയിൽ ഫണ്ട് കിട്ടുമെന്ന് പറയുന്നു. നമ്മുടെ സ്കൂളുകളൊക്കെ മികച്ച നിലവാരത്തിലെത്തുമെന്ന് പറയുന്നു. പക്ഷേ വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ മുഴുവൻ ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വിദ്യാഭ്യാസം സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ഇനി തീരുമാനിക്കാൻ പോകുന്നത് കേന്ദ്ര സർക്കാരായിരിക്കും. അപ്പൊ ഈ പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ എല്ലാ കടന്നുകയറ്റവും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഈ ചർച്ചകളായി പറഞ്ഞതാണ്. എല്ലാ കടന്നുകയറ്റവും ഈ പറയുന്ന വിദ്യാഭ്യാസ മേഖലക്കകത്ത് ഉണ്ടാകും. അപ്പോൾ വിദ്യാഭ്യാസ മേഖലക്കകത്ത് ഇത്തരത്തിൽ കടന്നുകയറ്റമുണ്ടെങ്കിൽ അവിടെ മാത്രമല്ല, പാഠപുസ്തകങ്ങളിൽ മാത്രമല്ല, ഫണ്ട് തരുന്നത് കാര്യത്തിൽ മാത്രമല്ല, ഈ പറയുന്ന ഒരു സ്കൂളിന്റെ പേര് നിശ്ചയിക്കുന്നത് പോലും PM ശ്രീ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ആയിരിക്കും. നമ്മൾ കുറച്ച് നാൾക്ക് മുമ്പൊക്കെ ചില സ്കൂളുകളിലൊക്കെ കണ്ടിരുന്ന കാര്യമാണ്. സരസ്വതി വിദ്യാലയം സ്കൂൾ അല്ലെ, കാല് കഴിയിക്കുന്നു, അധ്യാപകരുടെ കാല് കഴിയിപ്പിച്ചു കൊടുക്കുന്ന ഗുരുപൂജ ഉൾപ്പെടെ നടത്തുന്ന അത്തരം ചടങ്ങുകൾ ഇനിയും വരും. ഇപ്പൊ ഇവരാണ് PM ശ്രീയുമായി ബന്ധപ്പെട്ട നമ്മൾ ഈ പാഠപുസ്തകത്തിലെ അല്ലെന്നേ വിഷ്ണു, അത് വരിയൊന്നും മാത്രമല്ല, പുസ്തകത്തിൽ ഒരു പക്ഷേ പഠിക്കാൻ വരെ പഠന വിഷയമായി അത് മാറാനും സാധ്യതയുണ്ട്. അത്തരത്തിലാണ് എല്ലാ നീക്കങ്ങളും. കാരണം ഈ PM ശ്രീക്കകത്ത് ഒപ്പുവെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സംസ്ഥാനത്ത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 നടപ്പിലാക്കണം. ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്കകത്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും അത് കേരളത്തെ സംബന്ധിച്ച് നമുക്കൊന്നും അംഗീകരിച്ചു പോകാൻ പറ്റുന്ന കാര്യങ്ങളല്ല അതിനകത്തെല്ലാം പറയുന്നത്. അതെല്ലാം അംഗീകരിച്ചു പോകാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും, പ്രയാസമുണ്ടാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയാകെ കാവ്യവൽക്കരിക്കപ്പെടും. വിദ്യാഭ്യാസ മേഖല കാവ്യവൽക്കരിക്കപ്പെട്ടാലുള്ള ഒരു അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. മുന്നോട്ടുള്ള സമൂഹത്തിൻ്റെ പോക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ കാര്യങ്ങളിലൊക്കെയാണ് ഒരു പ്രശ്നം ഇരിക്കുന്നത്. അല്ലെങ്കിൽ PM ശ്രീ നടപ്പിലാക്കുന്നതിൽ വിഷയമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്നാൽ ഇത്തരം ദൂഷ്യവശങ്ങളുള്ളത് അത് വലിയ നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ദൂഷ്യവശങ്ങളുള്ളത് പ്രയാസം തന്നെയാണ്. വിദ്യാഭ്യാസ മേഖലയെ ആകെ തകർക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് ഈ PM ശ്രീയിൽ ഒപ്പുവെച്ചാൽ ഇനി നമ്മൾ മുന്നോട്ട് പോകും. ഇത് എങ്ങനെയാണ് ഇനി കോൺഗ്രസ് ഇതിനെ അല്ലെങ്കിൽ UDF ഇതിനെ ന്യായീകരിക്കാൻ പോകുന്നത്? ഇനി ഇതുമായി മുന്നോട്ടിനി പോകുമോ, അതോ പറയുന്നത് പോലെ പിന്മാറാൻ അവർ തയ്യാറാകുമോ എന്താണ് എന്നുള്ളത് ഇപ്പോഴും എതിർപ്പുകൾ നന്നായിട്ട് വരുന്നുണ്ട്, എല്ലായിടത്തും വരുന്നുണ്ട്. അല്ല, ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട് എതിർപ്പ് ആദ്യം തന്നെ KSU ഇതിൽ എതിർപ്പ് പറഞ്ഞിരുന്ന അല്ലെങ്കിൽ നിരന്തരം സൂചിപ്പിച്ചിരുന്നൊരു ഒരു എന്താ പോഷക സംഘടനയായിട്ട് നമുക്ക് കണക്കാക്കാം. ഈ അലോഷ്യ സേവരി ഉൾപ്പെടെ VD സതീശൻ നോക്കാതെ പോയതൊക്കെ മാധ്യമങ്ങളിൽ നിരന്തരം ചർച്ചയായിരുന്ന വിഷയങ്ങളാണ്. ഇപ്പോൾ ഈ ഒരു സമയത്ത് കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനകളൊക്കെ വെച്ച് നോക്കുമ്പോൾ KSU ഇതിൽ കാര്യമായിട്ടുള്ള സംസാരങ്ങളും ഒന്നും നടത്തിയിട്ടില്ല. എന്താണ്, എവിടെയാണ്, ഈ കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല എന്നുള്ളതാണ്. കേൾക്കുന്നുണ്ടാവാം, പക്ഷെ ഇപ്പോഴൊന്നും പ്രതികരിക്കാൻ ചിലപ്പോൾ അവർ തയ്യാറാകുന്നില്ലായിരിക്കും. എന്നിരുന്നാലും ഇത് വലിയൊരു അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ മതനിരപേക്ഷ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പ്രയാസം വിദ്യാഭ്യാസ മേഖലയിൽ കൂടെ വരുന്നത് ബുദ്ധിമുട്ടിലാക്കും. ഉറപ്പായിട്ടും ഇതിപ്പോൾ ഇതാണ് എനിക്ക് കുറച്ചും കൂടെ ഇതാണ് ഇവർ തന്നെ പരിഹാസ്യരാവുകയാണോ, എന്താണ് ഈ ഗവൺമെൻറ് തന്നെ ഇതിനെ ഇങ്ങനെ കാണുന്നു അല്ലെങ്കിൽ ഈ ഒരു നടപടിയായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എന്താ PM ശ്രീയിൽ നിന്ന് പിന്മാറാമെന്നുള്ളത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അനുവദിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവരുടെ നിലപാട് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ KM ഷാജിയെ പോലുള്ള നിരവധി ആളുകൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടി പറയുന്നത് അതുമായൊരു ബന്ധപ്പെട്ട ചർച്ചയും ഉണ്ടായിട്ടില്ല, ഞങ്ങളങ്ങനെ മുന്നോട്ട് പോവില്ല എന്നുള്ളത് തന്നെ അവിടെയും പറയുന്നുണ്ട്. ഇവിടെ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് അതിനെ ന്യായീകരണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മറ്റേ മാതൃഭൂമിയിൽ പറയുന്നുണ്ടായിരുന്നു, ചോദ്യമൊന്നുമില്ല ന്യായീകരിച്ചോളൂ, അല്ലേ, ചോദ്യമൊന്നുമില്ല ന്യായീകരിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഭയങ്കര എല്ലാവരെയും ഈ കോൺഗ്രസിൻ്റെ പ്രധാന ചർച്ചാ വിഷയമായി ഇത് മാറുന്നുണ്ട്. അല്ലെങ്കിൽ ചർച്ചാ നേതാക്കളെയൊക്കെ അപമാനിക്കുന്ന ഒരു രീതിയിലേക്കാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് മിണ്ടാൻ പറ്റുന്നില്ല. കാരണം അവർ ചവറ്റുകൊട്ടയിലെറിയും അല്ലെങ്കിൽ അറബിക്കടലിലെറിയും എന്ന് പറഞ്ഞ കാര്യമാണ് അവരിപ്പോൾ നടപ്പിലാക്കേണ്ട അവസ്ഥയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇനി വരും ദിവസങ്ങളിൽ കോൺഗ്രസ് എങ്ങനെയായിരിക്കും ഇതിനെ കാണുക? അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഇവർ പറയുന്ന പോലെ UDF BJP ഒരു ഇതെന്ന് പറയില്ലേ, സഖ്യം അല്ലെങ്കിൽ എന്താ എന്തോ പറയില്ലേ, രക്ഷണൊക്കെ എന്തോ പറഞ്ഞില്ലായിരുന്നു, എന്തോ ബന്ധമുണ്ടെന്നോ എന്തോ പറയില്ലായിരുന്നോ? ഈ പാലക്കാടൊക്കെ ഇങ്ങനെ കേട്ടില്ലേ, UDF BJP സഖ്യബന്ധം ഉണ്ടെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ ആണെന്ന് പിന്നെ ആളുകൾ പറഞ്ഞു വരുത്തും, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകും. എന്തായാലും വരും ദിവസങ്ങളിൽ എങ്ങനെ ആയിരിക്കും VD സതീശൻ സർക്കാർ ഇതിനെ
കാണുക, അല്ലെങ്കിൽ ഇതിന് വേണ്ട നടപടി എടുക്കുക. ഇപ്പം എന്തായാലും കേന്ദ്രം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതിയെന്നേ കേന്ദ്രം പറഞ്ഞിട്ടുണ്ട്. അപ്പം നടപടികൾ എങ്ങനെയാവുമെന്ന് നമുക്ക് നോക്കി കാണേണ്ടി വരും.